ഉത്തരായനം ദേവന്മാർക്കും ദക്ഷിണായനം പിതൃക്കൾക്കും ഉള്ളതാണ് എന്നാണ് ശാസ്ത്രം. കർക്കിടക മാസം തുടങ്ങി ധനുമാസം വരെയുള്ളതായിരിക്കുന്ന കാലമാണ് ദക്ഷിണായനം. ഇത് പിതൃക്കൾക്ക് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ അമാവാസികളും പിതൃക്കൾക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. അമാവാസ്യായ പിണ്ട പിതൃയാഗ എന്നതാണ് പറയുക. അമാവാസി നാളിൽ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാൻ വളരെ വളരെ ഉത്തമമാകുന്നു. അതുകൊണ്ട് തന്നെ ദക്ഷിണായനം തുടങ്ങി ആദ്യം വരുന്ന മാസമായ കർക്കിടക മാസത്തിലെ അമാവാസി വളരെ വളരെ വിശേഷമാണ്. മനുഷ്യരുടെ ഒരു വർഷം പിതൃക്കളുടെ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കൽ ബലിയിട്ടാൽ പിതൃക്കൾക്ക് ദിവസവും ഭക്ഷണം ലഭിക്കുന്നു എന്നാണ് ഹൈന്ദവ സങ്കല്പം. കർക്കിടക അമാവാസിയിലെ ബലിയിടൽ എന്നത് കുടുംബത്തിലെ മൺമറഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവർ ഒരിക്കലും ഈ ദിവസം വിസ്മരിച്ചുകൂടാ. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ബലിയിടാവുന്നതാണ്. പിതൃകർമ്മം മുടക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് ശാസ്ത്രം. ആചാര്യ മുഖാന്തിരം പുണ്യതീർത്ഥങ്ങളുടെ സമീപത്ത് വെച്ച് ഇത് അനുഷ്ഠിക്കാവുന്നതാണ്. സ്വന്തം വീട്ടിൽ വെച്ചും പിതൃക്കൾക്ക് ബലിയിടാം. സാഹചര്യവശാൽ ആചാര്യന്മാർ മുഖാന്തിരം ബലിയിടാൻ സാധിക്കാത്തതായിരിക്കുന്ന വ്യക്തികൾക്ക്, അതുപോലെ തന്നെ അന്യദേശങ്ങളിൽ സ്ഥിരതാമസം ആക്കിയതായ വ്യക്തികൾക്കും ലളിതമായി പിതൃതർപ്പണം നടത്തേണ്ടതായിരിക്കുന്ന ക്രിയാരീതിയാണ് ഈ വാരം മയിൽപീലിലൂടെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നത്. വാവുബലി, അതായത് കർക്കിടക മാസത്തിലെ വാവുബലി ഇടുന്നതായിരിക്കുന്ന വ്യക്തികൾ തലേ ദിവസത്തിൽ ഒരിക്കലിരിക്കണം. കർക്കിടക വാവിൻ്റെ അന്ന് കാലത്ത് സൂര്യോദയത്തിന് ശേഷം ബലിയിടൽ ചടങ്ങ് ആരംഭിക്കാം. കർമ്മസാക്ഷിയായ ആദിത്യ ഭഗവാനെ സാക്ഷിയാക്കി വേണം ഈ ചടങ്ങ് നിർവഹിക്കുവാൻ. തർപ്പണത്തിനായി ഒരുക്കേണ്ട സാധനങ്ങളെ ഒന്ന് പറയാം. ആദ്യമായിട്ട് നിലവിളക്ക്, 2 നാക്കിലകൾ, ദർഭപ്പുല്ല്, ഒരു 10 എണ്ണമെങ്കിലും ദർഭപ്പുല്ല് വേണം. പിന്നെ കുറച്ച് കറുകപ്പുല്ല്, എള്ള്, കിണ്ടി വേണം. കിണ്ടി അഥവാ സാധിക്കില്ല എങ്കിൽ, വീടുകളിൽ കിണ്ടി ഇല്ല എങ്കിൽ ഒരു ഗ്ലാസ്സോ ചെറിയൊരു മൊന്തയോ ആയാലും മതി. പിന്നെ പച്ചരി വേവിച്ചുണ്ടാക്കിയ ചോറ് കുറച്ച് വേണം. അതുപോലെ തന്നെ സാധാരണ പച്ചരി, അല്ലെങ്കിൽ ചെറുള, തുളസി. ചെറുള എന്നുള്ളതായിരിക്കുന്ന ഒരു സസ്യമാണ്. അത് വളരെ ഔഷധയോഗ്യമായിട്ടുള്ള സസ്യമാണ്. അത് പിതൃകർമ്മങ്ങൾക്ക് വളരെയധികം ഉത്തമമാണ്. പറ്റുമെങ്കിൽ അത് തന്നെ കിട്ടിയാൽ വളരെ നല്ലത്. തുളസി ചെടി ഉണ്ടെങ്കിൽ തുളസി പൂവും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചന്ദനം. ഇത്രയും സാധനങ്ങളാണ് പിതൃകർമ്മം നടത്തുവാനായിട്ട് വേണ്ടത്. വാവ് ദിവസം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ശുദ്ധിയായി പച്ചരി വേവിച്ച് ചോറുണ്ടാക്കി വയ്ക്കാം. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും കുളിക്കുവാനായിട്ട് പോകണം. പോകുന്ന സമയത്തിൽ കയ്യിൽ കിണ്ടിയോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിണ്ടി ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ കയ്യിൽ കരുതാം. കുളി കഴിഞ്ഞ് വരുന്ന സമയത്തിൽ ആ കിണ്ടിയിൽ വെള്ളം നിറച്ചുകൊണ്ട് വരണം. ഈരനോടുകൂടി ശുദ്ധിയായിരിക്കുന്ന ഒരു സ്ഥലത്തിൽ ബലിതർപ്പണത്തിനായിട്ട് ഇരിക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ഥലശുദ്ധി നിർബന്ധമാണ്. ഇടതുകാലിൻ്റെ മുട്ടുമടക്കി തെക്കോട്ട് തിരിഞ്ഞിരിക്കാം. ഒരുക്കിയ സാധനങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരിക്കണം. ഇരിക്കുന്നതിൻ്റെ വലതുവശത്തായിട്ട് നിലവിളക്ക് കൊളുത്തി വെക്കുക. ഒരു നാക്കില നേരെ മുൻപിലായിട്ട് തെക്കോട്ട് തല വരുന്ന രീതിയിലായിട്ട് വെക്കണം. ഇരിക്കുന്നതിൻ്റെ സമീപത്തിൽ മറ്റൊരു നാക്കിലയിലായിട്ട് എള്ള്, ചെറുള, ചന്ദനം, ദർഭ മുതലായ വസ്തുക്കളും വെക്കാം.